വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ് ആൻസർ കീ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അങ്ങനെ പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. മോഡൽ എക്സാമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടാണ് ഈ ചോദ്യപേപ്പർ വന്നത്. എങ്കിലും നമുക്ക് സ്ഥിരം കാണുന്ന ചില ചോദ്യങ്ങളെങ്കിലും ഈ ചോദ്യപേപ്പറിലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആൻസറുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു, മെട്രിക്സ് എന്നുള്ള ചോദ്യം. മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. പി ആർ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കറിയാം. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ പി ഇൻറ്റു ആർ 3P എന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത ചോദ്യം 3P + Q ആ മെട്രിക്സ് കണ്ടുപിടിക്കുകയും ചെയ്യണം. സോ ഫസ്റ്റ് വൺ, അതൊരു 2/3 മെട്രിക്സ് ആണ്. നമുക്ക് കിട്ടും ഫസ്റ്റ് പി 2/3 ആറ് 3/3 ആണെങ്കിൽ പി ആർ 2/3 ആയിരിക്കും. ഓക്കെ, ദെൻ പി ഇൻറ്റു ആറ് നമുക്കിത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ 3P + Q മെട്രിക്സ് കണ്ടുപിടിക്കാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഒരു റിലേഷൻ തന്നിരിക്കുന്നു. ദെൻ അത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. x=y എന്നാണ് നമ്മുടെ റിലേഷൻ. x=y ആണെങ്കിൽ നമുക്കറിയാം 1 1 2 2 3 3 4 4 ആയിരിക്കും റിലേഷൻ വരുന്നുണ്ടാവുക. ഇത് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ്, അതുപോലെ 2 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ്. ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 1, ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 2, ഈക്വലൻസ് ഓഫ് 3 3, 4ൻ്റേത് 4 തന്നെ. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം കോസ് എക്സ് ആണ്. ദെൻ മൈനസ് കോസ് എക്സ് ആണ്. ദെൻ 0 to π ലിമിറ്റ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 2 എന്ന് കിട്ടും. ദെൻ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഫ്രം 0 to 2π ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സൈൻ്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഏരിയ പൈ മുതൽ 2π വരെയുള്ള ഭാഗത്ത് ഏരിയ അണ്ടർ ദ കർവാണ്. അപ്പോൾ അതിന് നേരെ മോഡൽസ് എടുക്കേണ്ടി വരും. ദെൻ ടോട്ടൽ ഏരിയ 4 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം ഇതാണ്, വെക്ടർ പി ക്യു കണ്ടുപിടിക്കാം. വെക്ടർ പി ക്യു എന്ന് പറയുന്നത് ഒ ക്യു മൈനസ് ഒ പി ആണ് നമുക്ക് കിട്ടും. ദെൻ പി ക്യുവിന് പെർപ്പനിക്കുലർ വെക്ടർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി A.B = 0 എന്ന് പറയുന്ന ഐ ഡി നമ്മൾ ഉപയോഗിച്ചാൽ മതി. A.B 0 ആണെങ്കിൽ അതിൻ്റെ പെർപ്പനിക്കുലർ വെക്ടർ ഐ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് A.B ഡിവൈഡ് ബൈ മാഗ്നോഡ് ഓഫ് എ ഇൻറ്റു മാഗ്നോഡ് ഓഫ് ബി ഫോർമുല ഉപയോഗിക്കുക. പി ക്യുവും അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന വെക്ടറും തമ്മിലുള്ള ആംഗിൾ നമുക്ക് കിട്ടും. ദാറ്റ് വിൽ ബി 228 ഡിവൈഡ് ബൈ 5√53 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 ആയിരിക്കും. പൈ മൈനസ് π/3 2π/3 ആയിരിക്കും ആൻസർ. ദെൻ സ്ഥിരം ക്വസ്റ്റ്യനിൽ കാണുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചോദ്യമാണിത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂവും ലിമിറ്റ് വാല്യൂവും കോയിൻസൈഡ് ചെയ്യണം. സോ രണ്ടും കോയിൻസൈഡ് ചെയ്യും. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ദെൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഏറ്റവും പുറത്ത് റൂട്ട്, അതിൻ്റെ അകത്ത് സൈൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ്, അതിൻ്റെ അകത്ത് പറയുന്നത് 2x + 1, അതിൻ്റെ ഡെറിവേറ്റീവ് 2. ദെൻ ഏറ്റവും പുറത്തുള്ള റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു റൂട്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു റൂട്ട് സൈൻ 2x + 1. ഫൈനൽ ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ 2 ആണെന്ന് ചോദ്യം. നമുക്ക് ഒരു സംശയം ഉണ്ടാകും. അത് നമുക്ക് രണ്ട് വാല്യൂ ഇട്ട് കൊടുക്കുക. f(1) f(2) f(3) നോക്കുക. f(2) f(3) ഈക്വൽ ആണ്, പക്ഷേ 2ഉം 3ഉം ഡിഫറെൻ്റ് ആണ്. സോ 1 1 അല്ല എന്ന് കിട്ടും. സിമിലർലി നമുക്ക് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യാം. എക്സ് <2 ആകുമ്പോൾ ഓൺ 2 ആയിരിക്കും. എക്സ് <2 ആകുമ്പോഴും ഓൺ 2 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഓൺ 2ൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ദെൻ പ്രോബബിലിറ്റി എന്നുള്ള ചോദ്യം, ഈവൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആദ്യം ഒരു ഡൈയും അതുപോലെ തന്നെ കോയിനും ടോസ് ചെയ്യുവാണ്. ദെൻ അതിൻ്റെ സാമ്പിൾ സ്പേസിൽ 12 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എ എന്ന് പറഞ്ഞ ഈവൻറ്റ് ഹെഡ് ഒക്കർ ചെയ്യണം. അപ്പോൾ ഹെഡ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി 6/12 ആണ്. ദെൻ ബി എന്ന് പറയുന്നത് 3 ഡൈയിൽ കിട്ടണം. സോ അതിൻ്റെ പ്രോബിലിറ്റി 2/12 കിട്ടും. അതിൻ്റെ ഇൻ്റർസെഷൻ 1/12 ആണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് കണ്ടീഷൻ നമുക്കറിയാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് എ ഇൻ്റർസെഷൻ ബി ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടും. ദെൻ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. കോഫാക്ടറും അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സോ കോഫാക്ടർ ഓരോന്നും കണ്ടുപിടിക്കുക. -1 2 8 ആയിരിക്കും കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കിട്ടുക. ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സും കൂടെ ഒരു റോയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടിങ് ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ ഫൈൻഡ് സിസ്റ്റം ഓഫ് സിമെട്രിക് മെട്രിക്സ് യൂസിങ് എ. നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മെട്രിക്സിൻ്റെ സിമെട്രിക്കിൻ്റെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ സമ്മായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ A+A സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടും. അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഈ ഇൻ്റഗ്രൽ ചെയ്യേണ്ടത് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതുക. a ഡിവൈഡ് ബൈ x - 1 + bx + c ഡിവൈഡ് ബൈ x² + 1 എന്ന് പറയുന്ന ഫോമിൽ മാറ്റി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ നേരിട്ട് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ലാസ്റ്റ് ആൻസർ log
മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. എഫ് ഡാഷ് എഫ് എന്നുള്ള റിലേഷൻ നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഇൻ്റർവെൽ ഏതാണെന്ന് ചോദിച്ചു. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0 ആവുന്ന ഇൻ്റർവെൽ ആയിരിക്കും ഡിക്രീസിംഗ് ആയിട്ടുള്ള. സോ എഫ് ഡാഷിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെ എഫ് ഡാഷിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് ആ ഇൻ്റർവെൽ 1 to 5 ഡിക്രീസിംഗ് ആയിരിക്കും. ദെൻ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാം. ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഇൻ്റർവെലും -∞ to 1 ആണ്. അതുപോലെ തന്നെ 5 to ∞ ഇൻക്രീസിംഗ് ആണ്. സോ ആദ്യം ഫംഗ്ഷൻ കുറേ നേരം ഇൻക്രീസിംഗ് ആയിരുന്നു, പിന്നെ ഡിക്രീസിംഗ് ആകുമ്പോഴാണ് അവിടെ ലോക്കൽ മാക്സിമം ഉണ്ടാവുക. സോ ലോക്കൽ മാക്സിമം 0.1 സിമിലർലി ലോക്കൽ മിനിമം 0.5 ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടുന്ന് അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം കണ്ടുപിടിക്കണം. സോ ഫംഗ്ഷൻ നമ്മൾ ലാബിൽ പഠിച്ചിട്ടുള്ള ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ഉപയോഗിച്ചാണ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2 ഇതാണ് ഗ്രാഫ് വരിക. ദെൻ എൻ പോയിന്റിലും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പോയിന്റിലും ഇതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യണം. നമ്മൾ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് 0 ആണ്. 0 ആണ്. -2 0 4 ഈ 3 പോയിന്റിൽ ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അതാണ് അബ്സലൂട്ട് മാക്സിമം. മിനിമം വാല്യൂ കിട്ടുന്നത് 0 ആണ്. അതാണ് അബ്സലൂട്ട് മിനിമം. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചോദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണിത്. ദെൻ അടുത്തൊരു ചോദ്യം സാധാരണ എക്സാമിൽ ചോദിക്കാത്ത ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. ഇതും നമുക്ക് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ദെൻ ഇൻറ്റഗ്രലും ഡെറിവേറ്റീവ് തമ്മിലുള്ള റിലേഷൻ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യം എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഡി എക്സ് ആണെങ്കിൽ എ ഡാഷ് ഓഫ് 2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എ ഡാഷ് ഓഫ് 2 ഈക്വൽ ടു 4 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ അടുത്ത് ചെയ്യേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമല്ല, നമുക്കിത് ചെയ്യാം. ഏരിയ ബിലോ എക്സ് ആക്സ് 0 to 2 അത് മോഡുലസിനുള്ളിൽ എടുക്കണം. ഇൻറ്റഗ്രൽ മോഡുലസ് 0 to 2 എഫ് ഓഫ് എക്സിൻ്റെ ഡി എക്സ് പ്ലസ് 2 to 3 എഫ് ഓഫ് എക്സിൻ്റെ ഡി എക്സ് ആയിരിക്കും ടോട്ടൽ ഏരിയ വരിക. ഓക്കെ, ദെൻ ഇത് വെക്ടറിൻ്റെ അകത്തുള്ള ചോദ്യം നമുക്കറിയാം. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എമ്മിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാം. സോ അത് ഉപയോഗിച്ചുകൊണ്ട് കോസ് ഗാമ ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ ഗാമ 90 ഡിഗ്രി ആയിരിക്കണം. ദെൻ ഡയഗണൽ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് വെക്ടർ അഡീഷൻ നമുക്കറിയാം എ പ്ലസ് ബി ആണ് കിട്ടുക. എ പ്ലസ് ബി നമുക്ക് കിട്ടും. ദെൻ അടുത്ത ചോദ്യം പാരലോഗ്രാമിൻ്റെ ഏരിയ ഡയറക്റ്റ് ചോദ്യം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അടുത്ത ചോദ്യം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്. ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യം സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. വെക്ടർ ഫോർമുല അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം. ഫൈനൽ ആൻസർ 5√3 ആയിരിക്കും. ദെൻ ബേസ് ഇയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രോബബിലിറ്റി ഓഫ് ഈവൻ, അതായത് സ്ട്രൈക്ക് നടക്കാനുള്ള ഈവൻ്റായിട്ട് നമ്മൾ E1 എന്ന് എടുക്കുന്നു. സ്ട്രൈക്ക് നടക്കാതിരിക്കാനുള്ള E2 ആയിട്ടും. പ്രോബബിലിറ്റി ഓഫ് E1 0.65, E2 എന്ന് പറയുന്നത് 0.35. ദെൻ എ ഗിവൺ ഈവൻ സ്ട്രൈക്ക് നടക്കുന്നു എന്നിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ടൈമിൽ തീരാനുള്ള പ്രോബബിലിറ്റി 0.32. ദെൻ അതുപോലെ സ്ട്രൈക്ക് നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0.8. ദെൻ നമുക്ക് probability of A is equal to probability of E1 into probability of A given E1 plus probability of E2 into A given E2 ആയിരിക്കും probability of A, അതായത് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് 0.488 എന്ന് കിട്ടും. ഓക്കെ, ദെൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം. സോ സ്ഥിരം എക്സാമിൽ ചോദിക്കുന്ന ചോദ്യമാണിത്. സോ ഇവിടെ നമുക്ക് x ഈക്വൽ ടു -4, y ഈക്വൽ ടു 14, z ഈക്വൽ ടു 2. കുറച്ച് വലിയ നമ്പേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. സാധാരണ എക്സാമിന് ഇത്രയും വലിയ നമ്പേഴ്സ് ചോദിക്കലില്ല, എങ്കിലും ഇപ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ 6 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന 6 മാർക്കിൻ്റെ ചോദ്യം. അടുത്ത ചോദ്യം ഡെറിവേറ്റീവ്സിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ ഇൻറ്റഗ്രലിൽ നിന്നും മിക്സ് ആയിട്ടുള്ളൊരു ചോദ്യം. ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം, ഇത് പാരാമെട്രിക് ഫോമിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിവൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ദെൻ ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ റേസ് ടു വൈനെ നമുക്ക് മാറ്റി എഴുതാം. y ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ അതിന് 2 പ്രാവശ്യം ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിരിക്കും കിട്ടുക. ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡിവൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷൻ അടുത്തത് ഇൻറ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. സോ ഇവിടെ വളരെ ഈസി ആയിട്ട് അല്ല ചെയ്യുക, കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലാസ്റ്റ് വാല്യൂ i ഈക്വൽ ടു പൈ എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ വാല്യൂ പൈ. അടുത്ത ചോദ്യം ലീനിയർ പ്രോഗ്രാമിംഗ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം, 6 മാർക്കിൻ്റെ ചോദ്യം. എല്ലാവർക്കും മേടിക്കേണ്ട 6 മാർക്കാണിത്. സോ അതിൻ്റെ ഡയഗ്രം ഇങ്ങനെയാണ് വരിക. ചോദ്യം സ്പ്ലിറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കോർണർ പോയിൻറ്റ്സ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഡയഗ്രം വരച്ചു, 2 സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു, ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. ദെൻ കോർണേഴ്സ് സെഡ് ഈക്വൽ ടു 0, 16, 18, 15 എന്ന് കിട്ടും. ദെൻ റീജിയൻ മാർക്ക് ചെയ്യുക. ദെൻ അതിനകത്തെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം വാല്യൂ സെഡ് ഈക്വൽ ടു 18 ആണ്.
എക്സ് ഈക്വൾ ടു 6ഉം വൈ ഈക്വൾ ടു 2 ആണ് സൊല്യൂഷൻ. ദെൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ടും വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോമിൻ്റെ സൊല്യൂഷൻ നമുക്ക് അറിയാം. ഇവിടെ ഡയറക്റ്റ് സൊല്യൂഷൻ വൈ ഈക്വൾ ടു സി ഇൻറ്റു ഇറേസ്റ്റ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അടുത്ത സൊല്യൂഷൻ അതൊരു പർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ വൈ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഈക്വൾ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ചെയ്യുന്നുണ്ട്. സിയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളെങ്കിലും കുറച്ച് പേരെങ്കിലും കുഴയ്ക്കുന്നതായിരുന്നു. എങ്കിലും നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. പേടിക്കൊന്നും വേണ്ട. എക്സാമിന് ജയിക്കാനുള്ള മാർക്കുകൾ എല്ലാവർക്കും ഇതിനകത്ത് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.